വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുളത്ത്. ദുർമരണപ്പെട്ട ദിക്കിൽ നിന്ന് പേടിച്ചു കഴിഞ്ഞാൽ, പേടി പറ്റിയാൽ, അത് പ്രേതബാധ ഉണ്ടായാൽ ആ വ്യക്തിക്ക് വളരെയധികം അനർത്ഥങ്ങളാണ് പിന്നെ ഉണ്ടാകുക. ആ വ്യക്തിയും ഏതാണ്ട് മരണത്തോട് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ പൈശാചിക ഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ അത്രയും മെന്റൽ പ്രോബ്ലമായിട്ട് നീങ്ങുന്നൊരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഏറ്റിട്ടുള്ളൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ബാധാദോഷങ്ങൾ തീരാനായിട്ട് കർമ്മം ചെയ്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാറും. പക്ഷെ എവിടെ നിന്നാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് വെച്ചെങ്കിൽ അവിടെ നിന്ന് ആ സാന്നിധ്യം പൂർണ്ണമായിട്ട് വിട്ടുപോകില്ല. മിക്കതും അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു വ്യക്തിയുടെ വേറൊരു വ്യക്തിയുടെ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രദേശത്തിൽ നിന്ന് ആ വ്യക്തി പേടിച്ചു, ആ പ്രേതബാധയായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വരികയായി. അങ്ങനെ വന്ന് കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വിടും. പക്ഷെ അത് ഉണ്ടായിരുന്ന ദിക്കുന്ന് വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇതൊരു 10 ആൾക്ക് ആ സ്പോട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ തന്നെ പേടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ബാധയുണ്ട് എന്നൊക്കെ വന്നാൽ ഈ 10 ആൾക്കും കർമ്മങ്ങൾ ചെയ്ത് തന്നെ വായിക്കണം. ഒരാൾക്ക് ചെയ്തു, 2-3-4 പേര് വേറെ സ്ഥലത്താണ് വിചാരിക്കുക, ഇവർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തിന് വിട്ട് മാറണമെന്നില്ല. അല്ല, അവരുടെ പേര്, നക്ഷത്രം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിനോട് ചേർന്ന് പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുമാറും. അല്ലാതെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നുള്ള ദോഷങ്ങൾ തീർക്കുമ്പോൾ മറ്റു വ്യക്തികൾക്ക് കൂടി ഏറ്റിട്ടുള്ളതായ പ്രേതബാധകളോ പ്രേതദുരിതങ്ങളോ വിട്ടുപോകില്ല. അതിന് കർമ്മങ്ങളായിട്ട് തന്നെ വേറെ ചെയ്യണം. അപ്പം ഈ പ്രേതദോഷങ്ങൾ ഏറ്റിട്ടുള്ളതെന്ന്, മരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ദുർമരണം എന്നൊക്കെ പറഞ്ഞു, ദുർമരണം എന്ന് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കില്ല. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി മരണപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം തന്നെ ഉടുത്ത സാരിയുമേ ഇറങ്ങിയിട്ടുള്ളതാണ്. അതധികം വൈകാതെ തന്നെ ആ പരിസരത്ത് ഉള്ള എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. സന്ധ്യയായി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥയായി. അപ്പോൾ ഇതും ഒരു സ്ത്രീ അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുള്ളതാണ്. സന്ധ്യനായിട്ടുള്ള അധികമായിട്ടില്ല, ഒരു 5:30-6 അങ്ങനെയുള്ള 4:30-5-6 അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ പോയ സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ, എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ടുള്ള തിരിച്ചു വരുന്ന സമയത്ത് ഈ മരണപ്പെട്ടു പോയതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു വലിയൊരു മഞ്ഞ് രൂപം പോലെ കണ്ടത്. അത് പെട്ടെന്ന് ഉരുകി പോയി. അവിടുന്ന് പേടിച്ചു. ആ സാന്നിധ്യമാണല്ലോ ഇപ്പോൾ ശരീരത്തിൽ കൂടി. പിന്നെ രാത്രിയാകുമ്പോഴേക്കും അദ്ദേഹം വരില്ലും. പിന്നെ അദ്ദേഹമാണ് ഈ ആളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ അദ്ദേഹം വിളിച്ചു പറയുക, അയാൾ വിളിച്ച് പറഞ്ഞ, അതായത് മരണപ്പെടാനായിട്ട് മുന്നേ ആ പെണ്ണുണ്ടായിരുന്ന അവസ്ഥ ഈ ഇങ്ങോട്ട് വിളിച്ച് പറയാ. അതായത് പിന്നെ തന്നെ എനിക്ക് പോകണം, എന്നെ വിട്, എൻ്റെ കുട്ടികൾ അവിടെ ഉണ്ട്, 2 മക്കളുണ്ടായിരുന്നു. ആ ചേച്ചി മരണപ്പെട്ടു പോകുന്ന സമയത്ത് 1, 2, 3, 2 വയസ്സുള്ള 2 മക്കളായിരുന്നു. അപ്പം ആ മക്കളെ നോക്കാൻ പോകണമെന്ന് ആര് പറയണത്? ഈ പ്രേതബാധ ഏറ്റ ചേച്ചി പറയണത്, എനിക്ക് അങ്ങോട്ട് പോകണം, എന്നെ വിടുക എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവർ വലിയ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ സാധനത്തിനെ മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അടുത്ത്, അവരുടെ വീടിൻ്റെ അടുത്ത് അന്നൊരു ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഈ കല്യാണം നടക്കുമ്പോൾ ഇവരുടെ 2-3-4 വീടപ്പുറമുള്ള കുറച്ച് ആളുകൾ വന്നിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ 12 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് ഈ ചേച്ചി മുന്നേ നടന്നു, അവരൊപ്പമുള്ള മക്കളൊക്കെ വരുന്നുള്ളൂ. അവർ ഇരുട്ടായ ഭാഗത്ത് അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും പിടിച്ചു പിരിച്ചു കൈ, ആളെ കണ്ടില്ല. അതോടുകൂടി ആൾ പേടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആള് ആകെ മാറി. പിന്നെ അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. ഇളകെന്ന് പറഞ്ഞാൽ ഇയാൾ ഓടുക, ചാടുക, ഡ്രസ്സ് ഇയാൾക്ക് പൊള്ളുക എന്ന് പറയണം. തിരിച്ചിലെക്കണവർ ഡ്രസ്സൊക്കെ വലിച്ച് കളയുക, കീറി കളയുക, ഓടിടുക. അങ്ങനെ എല്ലാവരും കയ്യും കാലും കെട്ടിട്ട് വണ്ടിയെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കുറച്ച് ചികിത്സകൾ ചെയ്തു. ലാസ്റ്റ് ഇതേപോലെ തന്നെ വെപ്രാള അടിച്ചിട്ട് തന്നെ ആൾ മരിച്ചു. അപ്പം ഈ പറയണത് ഇതേപോലെ ദുരിതം, അത് വെള്ളത്തിൽ വീണ് മരിച്ചായാലും മറ്റേത് തരത്തിലായാലും ശരി, ആ സ്പോട്ടിൽ ആ സ്ഥലത്ത് അതിൻ്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാകും. അപ്പം ഈ വ്യക്തിക്ക് കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുകയായാലും ശരി,
അതിന് ചെയ്യണമെങ്കിൽ ആ ആളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുള്ളോ ആരൊക്കെ ആണെങ്കിൽ അതിന് മുൻകൈയെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് അവരെ ഭംഗിയായിട്ട് ആവാഹിച്ച് അവരെ തിരുനാവായിലോ പഞ്ചവടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചാൽ കർമ്മങ്ങൾ ചെയ്തിട്ട് തിരുനെല്ലിയിലോ എവിടെയാണെങ്കിൽ മറ്റേ മരണാന്തര ഇതിൻ്റെ അടുത്തുള്ള സ്റ്റെപ്പുകൾ ചെയ്തിട്ട് തിലഹോമം ക്ഷേത്രപിണ്ഡം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് പ്രതിമകൾക്ക് അതായത് പ്രേതത്തിന് ആ പ്രേത ദുരിതം തീർത്ത് മോക്ഷം കൊടുക്കുക എന്നുള്ള സംഭവമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രേതാത്മാക്കൾ പരലോകത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അത് ചെന്ന് ചേരും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശമനം ഉണ്ടാകും. അപ്പോൾ ചിലത് വല്ല ഭയങ്കര ദുരിതമായിട്ടുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ 1-2 തവണ അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 തവണ ഒക്കെ ചിലപ്പോൾ ആവാഹിക്കേണ്ടി വരും ഭാഗങ്ങൾ സ്റ്റെപ്പായിട്ട് കർമ്മം ചെയ്തിട്ട് തന്നെ. അപ്പോൾ ചിലതൊക്കെ പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്ത് വിട്ടുപോരും, ചിലത് തീരെ വിട്ടു പോവില്ല, ആളിനെ കൊണ്ടേ പോവുള്ളൂ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ സ്ഥലത്ത് നിന്ന്, അത് ദുർമരണം എന്ന് പറഞ്ഞാൽ കയറോ വെള്ളമോ വിഷമോ തീയോ വെട്ടിക്കൊല്ലലോ അങ്ങനെ ചാടിമരിക്കൽ എന്തും ആവട്ടെ, അപ്പോൾ ആ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അവിടെ മരണം ഇങ്ങനെ കരഞ്ഞിട്ട് നടക്കുന്നവർ കേൾക്കുന്നുണ്ടാവും. കരഞ്ഞിട്ട് രാത്രി 11-12 മണിയൊക്കെ ഏങ്ങി കരയാം. അല്ലെങ്കിൽ അതേപോലതായ ദുരിതങ്ങൾ ആ സ്ഥലത്ത് നിന്ന് വിട്ടു മാറില്ല. അപ്പോൾ അതിന് കർമ്മം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്തുള്ളൊരു കുട്ടിയാണ് പ്രേതബാധ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പേടിച്ചു, ആ കുട്ടി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറും. ഇത് മാറില്ല, ഇത് മാറണമെങ്കിൽ ഇതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ളതായ എല്ലാവരും ചേർന്ന് ഇതിൻ്റെ പേരിൽ നാളും പറഞ്ഞ് ഇപ്പോൾ ഈ നമ്മൾ ദുർമരണപ്പെട്ട ആ സ്ത്രീയുടെ പ്രേതത്തിനെ അതിനെ അടക്കം ചെയ്യാനായിട്ട് ഗുരുവായൂർക്ക് വേണ്ടുന്ന വഴിപാടുകൾ, ശിവന് പിൻവെളുക്ക് ധാരാപുഷ്പാഞ്ജലി, അവിടെ തന്നെ രാക്ഷസന് പായസം കഴിക്കുക, തട്ടകത്ത് ഭഗവതിക്ക് വിളക്കുമാല പായസം ഇത്യാദികളൊക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുടെ വീട്ടുപേരും എല്ലാം പറഞ്ഞിട്ട് അതിനനുസരിച്ച് പിന്നെ കർമ്മം ചെയ്യണം. ആ കർമ്മത്തിൽ പിന്നെ അവിടെ നിന്നൊക്കെ അവരുടെ ദൈവങ്ങളിൽ നിന്നും ധർമ്മദൈവങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഏൽക്കുന്നവരുണ്ട് വെച്ചെങ്കിൽ അത് ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പ്രേതദോഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, വളരെയധികം പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാവും ചിലപ്പോൾ വരിക. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.